ഹലോ ഫ്രണ്ട്സ്, വെർച്യു ഹബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടക്കൻ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്ന തെയ്യം എന്ന കലാരൂപത്തിൻ്റെ രൂപമാതൃകയാണ് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ടിഷ്യൂ പേപ്പർ നമുക്ക് ബോട്ടിലിന് സർഫസിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ആ ടിഷ്യൂ പേപ്പറിൻ്റെ സർഫസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്കൾപ്ചറിങ് മെറ്റീരിയലായ പേപ്പർ പൾപ്പ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുവിധം ഷേപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയൊരു ടൂൾ ഉപയോഗിച്ച്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡ് ചെയ്തെടുത്തൊരു ടൂളാണ്, ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആയി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അത് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് തെയ്യത്തിൻ്റെ ആ ചെവിയുടെ ഭാഗം നമുക്ക് ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റിൽ നിന്ന് ആ ഷേപ്പിൽ 2 സർക്കിൾ പോലെ കട്ട് ചെയ്തെടുത്ത് അത് മാച്ച് ചെയ്തിട്ടാണ് ആ ഷേപ്പ് ഉണ്ടാക്കുന്നത്. ആ ചെവി ഭാഗത്തിന് ഉള്ളിലായിട്ട് ഒരു കപ്പ് പോലെയുള്ള ഒരു ഷേപ്പ് വരുന്നുണ്ട്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ആ ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പേപ്പർ പൾപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം വേറെ സിമിലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ പൾപ്പ് വെച്ച് തന്നെ ആ ഷേപ്പാക്കി എടുക്കുകയാണ്.
മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഫിനിഷിംഗ് ടൂൾ വെച്ച് അതിൻ്റെ ആ സ്ട്രക്ചർ ഞങ്ങൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണം. അപ്രോക്സിമേറ്റ് ഷേപ്പ് ആയാൽ പിന്നീട് കുറച്ചും കൂടി ഒരു ഫിനിഷും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്രോക്സിമേറ്റ് ഇത് ഫിനിഷ് ആവണം. അതിനുശേഷം ഒരു പകുതി സെറ്റ് ആകുമ്പോഴാണ് വീണ്ടും നമ്മൾ അടുത്ത് ഫിനിഷിങ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ആ ചെവി നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ചെവി അതിലേക്ക് ഫിറ്റ് ചെയ്യണം. ഞാനപ്പോൾ ഇതിന് മുട്ടുസൂചിയാണ് യൂസ് ചെയ്യുന്നത്. മുട്ടുസൂചി യൂസ് ചെയ്ത് ആ ഫേസിൻ്റെ എഡ്ജിലേക്ക് അത് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നെക്ക് ഏരിയയിൽ ഒരു ചെറിയ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മെറ്റീരിയൽ അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് ഒരു ആംഗുലർ ഷേപ്പിൽ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് വർക്ക് വരുന്ന ഏരിയ നെറ്റിയുടെ ഭാഗമാണ്. നെറ്റിയുടെ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു മകുടം പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഫില്ല് ചെയ്യാം. നല്ലപോലെ ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം മുൻപ് ചെയ്ത പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം നമുക്കത്. ഇനി നമുക്ക് ഈ ടർക്കി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചെവിയുടെ എഡ്ജുകൾ ഫിനിഷ് ചെയ്തെടുക്കാം. ചെവിയുടെ എഡ്ജുകളും നെറ്റിയും നമ്മൾ ആ തുണി കൊണ്ട് കവർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബേസ് കളർ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അക്രൈലിക് കളർ വൈറ്റ് ഉപയോഗിച്ച് ബേസ് കളർ അടിച്ചു കൊടുക്കാം.
നെറ്റിയുടെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് മുകളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ പേപ്പർ പ്ലേറ്റിൽ നിന്നാണ് ആ ഒരു ഷേപ്പ് ടെംപ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ രണ്ടാം ലെയറിലുള്ള മകുടത്തിന് ചെറിയൊരു ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ ക്ലോത്തിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുതരം ബീഡിങ്, ഗോൾഡൻ കളർ ബീഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. തെയ്യത്തിൻ്റെ ഫേസിൽ ബേസ് കളർ വരുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ച് അക്രൈലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ആ ഫേസ് മൊത്തം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചെവിയിലും നെറ്റിയിലും നമ്മൾ ഫിക്സ് ചെയ്ത വൈറ്റ് ക്ലോത്ത് നമുക്ക് റെഡ് കളറായി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതേ മാതൃകയിൽ നമുക്ക് കണ്ണ്, ചുണ്ട് ഇതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നീട് വരുന്ന ഒരു കോംപ്ലിക്കേഷനുള്ള ഭാഗം എന്ന് പറയുന്നത് ഫേഷ്യൽ പെയിൻറ്റിങ്സ് ആണ്. തെയ്യത്തിൻ്റെ ഫേസിൽ ഒരുപാട് ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മത നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ തെയ്യത്തിൻ്റെ ഫേഷ്യൽ ഡിസൈൻ വർക്കും ഫസ്റ്റ് ലെയർ മകുടത്തിലെ വർക്കുകളും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ മകുടത്തിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് ബീഡിങ്ങിൽ നമുക്ക് റെഡ് ആക്കി പെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നറിൽ കാണുന്ന വൈറ്റ് ഏരിയയും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം.
ഇതിപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതിന് നമുക്കിതിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് തൽക്കാലത്തേക്ക് 2 മുട്ട് സൂചി വെച്ചിട്ട് 2 സൈഡും അതുപോലെ സെൻറ്ററും നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തെയ്യം മോഡൽ ഫിനിഷ് ആയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് വെർച്യു ഹബ് സൈനിങ് ഔട്ട്.